ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ചിക്കൻ ഡിഷാണ്, ചിന്താമണി ചിക്കൻ. ഇതൊരു കോയമ്പത്തൂർ സ്റ്റൈൽ ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിന്ന്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1/2 kg ചിക്കൻ, അത് ബോൺലെസ് ആയ അത്രയും നല്ലത്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോ ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത്. 1/2 kg ചിക്കന് 1/4 kg ചെറിയുള്ളി വേണം. പിന്നെ ഡ്രൈ ചില്ലി, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിനകത്തേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രൈ ചില്ലിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയുള്ളിയും ഉണക്കമുളകും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ തന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളമുണ്ട്. സോ ഇതൊരു ഡ്രൈ ഡിഷാണ്. സോ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് റിലീസ് ആവാൻ വേണ്ടി മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്ന് അതിൻ്റെ വെള്ളമൊക്കെ റിലീസായി. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടി നമുക്കിത് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ചെറിയുള്ളിയുടെയും ആ ഡ്രൈ ചില്ലിയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ചിക്കൻ്റെ കൂടെ വെന്തതിൻ്റെ. സോ അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറു തീയിൽ വെച്ച് ഇനി ഒരു 15 മിനിറ്റ് കൂടി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ചിന്താമണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ ചെറിയുള്ളിയുടെയൊക്കെ. സോ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. നിങ്ങൾക്കിത് ചോറിൻ്റെ ഒപ്പമോ ചപ്പാത്തിയുടെ ഒപ്പമോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.